വെനിസ്വേലയുമായുള്ള യുഎസിന്റെ ബന്ധം ഇപ്പോൾ വളരെ നല്ലതാണെന്നും വെനിസ്വേല സന്ദർശിക്കാൻ താൻ പദ്ധതിയിടുന്നുണ്ടെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേല ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ പുകഴ്ത്തിയ ട്രംപ് എണ്ണ വിൽപ്പന കരാറുകളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായും പറഞ്ഞു. ഡെൽസിയുടെ നേതൃത്വത്തിലെ സർക്കാരിനെ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെ യുഎസിന്റെ നിലപാട്. എന്നാൽ അവരെ അംഗീകരിച്ചെന്നും തങ്ങളോടുള്ള അവരുടെ ഇടപെടൽ മികച്ച രീതിയിലാണെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ മുൻഗണന ഇറാനുമായി ഒരു കരാറിലെത്തുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രങ്ങൾ പരസ്പരം സംവദിക്കേണ്ടതുണ്ട്. ആരുമായി കൂടിക്കാഴ്ച നടത്താനും തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. നാളെ ആയത്തുള്ള അലി ഖമീനി പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ആയത്തുള്ള അലി ഖമീനിയോട് യോജിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അതാണെന്ന് അദ്ദേഹം കരുതുന്നത് കൊണ്ടാണ് എന്നും റൂബിയോ പറഞ്ഞു. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ഒരു അഭിമുഖത്തിനിടെ സംസാരിക്കവെയാണ് റൂബിയോ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസമാണ് മയക്കുമരുന്ന് സംഘത്തലവൻ, ഭീകര ഗ്രൂപ്പ് നേതാവ് എന്നിങ്ങനെ മുദ്രകുത്തി വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിരിയ ഫ്ലോറസിനെയും യുഎസ് പിടികൂടിയത്. വെനിസ്വേല തലസ്ഥാനമായ കാരാക്കാസിൽ യുഎസ് വൻതോതിലുള്ള ആക്രമണം നടത്തിയതിനു ശേഷമാണ് നിക്കോളാസ് മഡുറോയെ യുഎസ് സൈന്യം പിടികൂടിയത്. 2020 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ നാർക്കോ ഭീകരവാദം, കൊക്കെയ്ൻ ഇറക്കുമതിക്കുള്ള ഗൂഢാലോചന, അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ എന്നിവയുടെ പേരിൽ ന്യൂയോർക്ക് സൗത്ത് ഡിസ്ട്രിക്റ്റിൽ നിക്കോളാസ് മഡുറോയെ പ്രതി ചേർത്തിരുന്നു. കാരാക്കാസിൽ വ്യോമാക്രമണം നടത്തി യുഎസ് പിടിച്ചുകൊണ്ടുപോയ ഇരുവരെയും നിലവിൽ ബ്രൂക്ലിനിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മഡുറോയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയായിരുന്നു. മഡുറോ തന്നെയാണ് ഇപ്പോഴും നിയമപരമായി തങ്ങളുടെ നേതാവെന്നാണ് ഡെൽസിയുടെ പ്രതികരണം. ഉപരോധങ്ങളെ തുടർന്ന് വെനിസ്വേലയുമായുള്ള വ്യാപാരം തകർന്നതിനാൽ ഇന്ത്യക്ക് നേരിയ പ്രത്യാഘാതമാണ് നേരിടേണ്ടി വരുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 81.3% കുറഞ്ഞു. മൊത്തത്തിലുള്ള ഉഭയകക്ഷി വ്യാപാരം നാമമാത്രമായി തുടരുന്നു എന്ന് മുൻപ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ് പറഞ്ഞിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെനിസ്വേലയിലെ സംഘർഷം സാമ്പത്തികമായോ ഊർജപരമായോ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 2000-ലും 2010-ലും വെനിസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ പ്രധാനമായി വാങ്ങുന്നവരായിരുന്നു ഇന്ത്യയെങ്കിലും യുഎസ് ഉപരോധങ്ങൾ കാരണം 2019 മുതൽ ഉഭയകക്ഷി ഇടപെടൽ കുത്തനെ ദുർബലമായി. ഇത് ഇന്ത്യയെ എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാനും ദ്വിതീയ ഉപരോധങ്ങൾ ഒഴിവാക്കാൻ വാണിജ്യ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും നിർബന്ധിതരാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 സാമ്പത്തിക വർഷത്തിൽ വെനിസ്വേലയിൽ നിന്നുള്ള ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി വെറും $364.5 മില്യൺ ആയിരുന്നു. അതിൽ $255.3 മില്യൺ ആണ് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി. 2024 സാമ്പത്തിക വർഷത്തിലെ $1.4 ബില്യൺ നിന്ന് 81.3% കുറവാണ്. വെനിസ്വേലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $95.3 മില്യൺ ആയിരുന്നു. ഇതിൽ $41.4 മില്യൺ മൂല്യമുള്ള ഫാർമസ്യൂട്ടിക്കൽസും ഉൾപ്പെടുന്നു. കുറഞ്ഞ വ്യാപാര വ്യാപ്തം, നിലവിലുള്ള ഉപരോധ നിയന്ത്രണങ്ങൾ, വലിയ ഭൂമിശാസ്ത്രപരമായ ദൂരം എന്നിവ കണക്കിലെടുക്കുമ്പോൾ വെനിസ്വേലയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലോ ഊർജ്ജ സുരക്ഷയിലോ അർത്ഥവത്തായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം അമേരിക്കൻ ഉപരോധങ്ങൾ ലംഘിക്കാതെ വെനിസ്വേലയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങാൻ ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് യുഎസ് അനുമതി നൽകിയതായി റിപ്പോർട്ട്. ഈ മാസം ആദ്യം വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ യുഎസ് പിടികൂടിയതിന് പിന്നാലെ വെനിസ്വേലയുടെ ഊർജ്ജ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളിൽ അമേരിക്ക ഇളവ് വരുത്തുകയായിരുന്നു. വെനിസ്വേലയും അമേരിക്കയും തമ്മിലുള്ള $2 ബില്യൺ എണ്ണ വിതരണ കരാറും വെനിസ്വേലയുടെ എണ്ണ വ്യവസായം പുനർനിർമ്മിക്കുന്നതിനുള്ള $100 ബില്യൺ പദ്ധതിയും സുഗമമാക്കുന്നതിനാണ് ഈ നീക്കം. നിലവിൽ ഖനനം ചെയ്ത എണ്ണ വാങ്ങുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമുള്ള അധികാരം ഈ ജനറൽ ലൈസൻസ് വഴി റിലയൻസിന് ലഭിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനിംഗ് കോംപ്ലക്സ് നടത്തുന്ന റിലയൻസിന് ലൈസൻസ് ലഭിക്കുന്നതോടെ വെനിസ്വേലയുടെ എണ്ണ കയറ്റുമതി വേഗത്തിലാക്കാനും അസംസ്കൃത എണ്ണയുടെ ചിലവ് കുറയാനും സാധ്യതയുണ്ട്. ലൈസൻസിനായി ജനുവരി ആദ്യം അപേക്ഷ നൽകിയിരുന്ന റിലയൻസ് ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ഈ മാസം ആദ്യം വൈറ്റോൾ എന്ന ട്രേഡറിൽ നിന്ന് റിലയൻസ് 2 ദശലക്ഷം ബാരൽ വെനിസ്വേലൻ എണ്ണ വാങ്ങിയിരുന്നു. വെനിസ്വേലയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിനാൽ റഷ്യൻ എണ്ണയ്ക്ക് പകരമായി ഇത് ഉപയോഗിക്കുന്നത് റിലയൻസിന് സാമ്പത്തിക ലാഭമുണ്ടാക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.